ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. വൈവിധ്യമാർന്ന വേനൽക്കാല വിളകളൊരുക്കി എടത്തുരുത്തി വിത്തുൽപാദന കേന്ദ്രം. കൃഷിവകുപ്പിന്റെയും തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന എടത്തുരുത്തി നെൽ വിത്തുൽപാദന കേന്ദ്രത്തിൽ നെൽകൃഷിക്ക് ശേഷം വിവിധയിനം വിളകളുടെ മാതൃകാ തോട്ടങ്ങളാണ് 25 ഏക്കറിലായി ഒരുക്കിയിരിക്കുന്നത്. പച്ചക്കറി വിളകളായ വെണ്ടൻ, മത്ത, കുമ്പളം, കണിവെള്ളരി, സാലഡ് വെള്ളരി, കണിമത്തൻ, പയർ, വിവിധയിനം ചീരകൾ, പഴവർഗ്ഗങ്ങളായി പൊട്ടുവെള്ളരി, തണ്ണിമത്തൻ, ഷമാം എന്നിവയും കൃഷി ചെയ്തു വരുന്നുണ്ട്. ജലദൗർലഭ്യം നേരിടുന്ന പാടങ്ങളിൽ അനുവർത്തിക്കാവുന്ന ചെറുധാന്യ കൃഷിയും ഇവിടെ സജീവമാണ്. കഴിഞ്ഞ കുറേ നമ്മുടെ എടത്തുരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൻ്റെ മെയിനായിട്ടുള്ള നെൽകൃഷിയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. 25ഓളം ഏക്കറിലാണ് നമ്മൾ നെൽകൃഷി ചെയ്തു വരുന്നത്. അപ്പോൾ അതിലിപ്പോൾ നെൽകൃഷി കഴിഞ്ഞ് എന്ത് നമുക്ക് ചെയ്യാം, അത് നെൽകൃഷികർക്ക് എങ്ങനെ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോവാം ലാഭകരമായ രീതിയിൽ എന്നുള്ളൊരു കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്ര ഏരിയയിൽ കൃഷി ഇത്തവണ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് തണ്ണിമത്തൻ, ഷമാം, പിന്നെ കണിവെള്ളരി, കണിമത്തൻ, പിന്നെ മത്തൻ, കുമ്പളം, ചീര, പിന്നെ എള്ള്, ചെറുപയർ, ഉഴുന്ന്, അതുപോലെ തന്നെ പയർ, പിന്നെ വളപ്പയറുകൾ, സണ്ണമ്പ് പോലുള്ള വിളകൾ, പിന്നെ ധാന്യവിളകളായിട്ടുള്ള കമ്പ്, തിന, ചാമ, റാഗി എന്നിങ്ങനെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഇപ്പോൾ നിലവിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. റാഗി, തിന, ചാമ, മണിച്ചോളം, കമ്പ് എന്നീ ചെറുധാന്യങ്ങളോടൊപ്പം എള്ള് കൃഷിയും മുതിര, ഉഴുന്ന്, ചെറുപയർ, വളപ്പയർ, തുവര എന്നിങ്ങനെ വിവിധങ്ങളായ പയർ വർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സീഡ് ഫാമിലെ മുൻ കൃഷി ഓഫീസറും വയനാട് ആത്മ ഡെപ്യൂട്ടി ഡയറക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ചു പോയ എസ് മിനിയുടെ നേതൃത്വത്തിലാണ് ഈ പരീക്ഷണ കൃഷി ആരംഭിച്ചത്. നമ്മൾ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ഏരിയയും നമുക്ക് കവർ ചെയ്ത് ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു ചെറിയ ഷോർട്ടേജ് ഉണ്ട്. വെള്ളം നമുക്ക് കിട്ടാൻ ഇല്ലാത്തൊരു രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ഫാമിൻ്റെ അവസ്ഥ. എന്നാലും വൈകാതെ തന്നെ ചെറുക്കൽ ചെറുപുഴ റോട്ടിലെ വെള്ളം നമുക്കിവിടെ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ തന്നെ മുഴുവൻ ഏരിയയിൽ നമ്മൾ കൃഷി ചെയ്ത് നെല്ല് കഴിഞ്ഞ് എന്ത് നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളതൊരു മെയിനായിട്ടുള്ളൊരു എയിം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത്. അതിൽ മെജോറിറ്റി ഏരിയ എല്ലാം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഫാമിലെ ഉൽപ്പന്നങ്ങളെല്ലാം പൊതുജനങ്ങൾക്കും കർഷകർക്കും നേരിട്ട് വാങ്ങാവുന്ന സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതി ഇനം നെൽവിത്ത്, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പൊട്ടുവെള്ളരി എന്നിവയുടെ വിത്തുകൾ എല്ലാം സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നതാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. MIC ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം മൂല്യാധിഷ്ഠിതമായ സമൂഹത്തിന് ഉപകരിക്കുന്ന ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ആശയം വിജയകരമായി പിന്തുടരുന്ന MIC ഇംഗ്ലീഷ് സ്കൂൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. എക്സ്പെർട്ട് ഫാക്കൽറ്റി, സ്മാർട്ട് ക്ലാസ് റൂംസ് വിത്ത് ലൈബ്രറി, ലൈവ് ഓൺലൈൻ ക്ലാസ്, AI ട്രെയിനിംഗ് സെക്ഷൻ, ഇൻഡിവിജ്വൽ കെയർ, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കരാട്ടെ, സ്വിമ്മിംഗ്, ഫുട്ബോൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ, എക്സ്ക്ലൂസീവ് പ്രീ LKG. കുട്ടികളുടെ ഉല്ലാസത്തിനായി ഇൻഡോർ പ്ലേ ഏരിയ. അഡ്മിഷൻ ഓപ്പൺ LKG to 8th സ്റ്റാൻഡേർഡ്. കുട്ടികളിൽ ഇസ്ലാമിക ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി ആൽബിർ ആൻഡ് വണ്ടർ ലാബ് പാഠ്യ പദ്ധതി. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ. കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ MIC തന്നെ ബെസ്റ്റ് ഓപ്ഷൻ. ലേൺ, പ്ലേ, ഗ്രോ with MIC ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം 3 പീടിക.